അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ ഏവർക്കും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം അവൻ നൽകി. യോഹന്നാൻ്റെ സുവിശേഷം 1 അധ്യായം 11-12 വാക്യങ്ങൾ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവനേവനും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം അവൻ നൽകി. ലൂക്കോസിൻ്റെ സുവിശേഷം 8:40 ഇങ്ങനെ കാണുന്നു: അവരെല്ലാവരും അവനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. യേശു വന്നപ്പോൾ അവരെല്ലാവരും അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ആരാണീ അവർ? അവരോ അവനാൽ സൗഖ്യമാക്കപ്പെട്ട ധാരാളം ആളുകളുണ്ടായിരുന്നു. അവൻ്റെ വചനം കേട്ട് ആശ്വാസം പ്രാപിച്ച ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അവൻ ആഹാരം നൽകി പോഷിപ്പിച്ച കുറേ പേരുണ്ടായിരുന്നു. കൂടാതെ സൗഖ്യം പ്രാപിപ്പാൻ വേണ്ടി കൂടി വന്നവർ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ രക്തസ്രാവക്കാരത്തി സ്ത്രീയും യായിരോസും ഉണ്ടായിരുന്നു. സൗഖ്യം ആക്കപ്പെട്ടവരും ആശ്വാസം പ്രാപിച്ചവരുമായി അവിടെ ഉണ്ടായിരുന്ന ചിലരെ ഓർത്തുപോകുന്നു. കൂനിയായ സ്ത്രീയുണ്ട്. അതുപോലെ തന്നെ തളർവാദി സൗഖ്യമായവനുണ്ട്. ബർത്തിമായിയെപ്പോലെ സൗഖ്യമായ കുരുടന്മാരുണ്ട്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അവൻ്റെ കാൽപാദത്തിൽ വീണ് സൗഖ്യമായ കുഷ്ഠരോഗിയുണ്ട്. കൂടാതെ 10 കുഷ്ഠരോഗികൾ സൗഖ്യമായില്ലേ? അവരിൽ ഒരുവനായ ശമരിയാക്കാരനും ഉണ്ട്. മാത്രമല്ല 4 പേര് ചുമ്മിക്കൊണ്ട് വന്ന ഒരു തളർവാദി, അവർ അവനെ പുരയുടെ മുകൾ ഭാഗം പൊളിച്ച് കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തപ്പം കർത്താവ് അവരുടെ വിശ്വാസം കണ്ട് അതിശയിച്ച് കിടക്കയെടുത്ത് നടക്കുവാൻ തക്കവണ്ണം അവനെ പ്രാപ്തനാക്കിയില്ലേ? അവനുമുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ സൗഖ്യമാകുവാനായി കടന്നു വന്ന രക്തസ്രാവക്കാരത്തിയെപ്പോലുള്ളവരുമുണ്ട്. യായിരോസ് എന്ന പള്ളിപ്രമാണി സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടവരുടെ കൂട്ടത്തിലുണ്ട്. അവൻ കർത്താവിനെ കണ്ട മാത്രയിൽ ഓടി വന്ന് കർത്താവിൻ്റെ കാൽപാദത്തിൽ വീണ് നമസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ യാചിച്ചു പറഞ്ഞു: എൻ്റെ ഏകജാതയായ മകൾ, അവൾക്ക് 12 വയസ്സ് പ്രായമുണ്ട്, പക്ഷേ അവൾ മരിപ്പാറായി കിടക്കുന്നു. ഗുരു വന്ന് അവളെ സൗഖ്യമാക്കണം. അങ്ങനെ പറയുമ്പോൾ അവൻ്റെ കണ്ണുനീര് ഗുരുവിൻ്റെ കാൽപാദത്തിൽ വീണ് അതിൻ്റെ ഊഷ്മളമായ ചൂട് കർത്താവ് അറിഞ്ഞു. കർത്താവ് അവനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ വന്ന് കുഞ്ഞിനെ സൗഖ്യമാക്കും. ആരെങ്കിലും മാറാരോഗവുമായി കിടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണമേ, അവൻ്റെ കാൽപാദം നനയുവാൻ കണ്ണുനീര് ആ കാൽപാദത്തിൽ വീഴുവാൻ അനുവദിച്ച് പ്രാർത്ഥിച്ചാൽ കണ്ണുനീരിനെ മറികടക്കാത്തവൻ സൗഖ്യമാക്കും. എത്ര വലിയ മാറാരോഗമാണെങ്കിലും സൗഖ്യമാക്കും. നിരാശപ്പെടരുതേ, നിർഭാഗ്യത്തിൽ തകർന്നു പോകരുതേ. യേശു സൗഖ്യമാക്കുന്ന യഹോവയാ, മനസ്സലിവ് ഉള്ളവനാ.
He is the God of loving kindness. Loving kindness, I say. Not simple kindness, but loving kindness. That's a great thing. He's the only one who has got this loving kindness. So, അവൻ്റെ കാൽപാദത്തിൽ കെട്ടിപ്പിടിച്ച് കരയണം. അവൻ സൗഖ്യമാക്കും. നായിൻ്റെ വിധവയോട് ചോദിച്ചാൽ മതി. അവളുടെ 2 ചെന്നികളിലൂടെയും ഒഴുകുന്ന കണ്ണുനീരും അവൾ നെഞ്ചത്തടിക്കുന്നതും കണ്ടപ്പം അങ്ങോട്ട് ചെന്ന് പറഞ്ഞു, സ്ത്രീയെ കരയണ്ട. എന്നിട്ട് പോയി ആ മകനെ അവളുടെ മഞ്ചത്തിൽ കിടക്കുന്ന ശവശരീരമാകുന്ന അവൻ്റെ മകനെ മഞ്ചം തൊട്ട് എഴുന്നേൽപ്പിച്ച് അവനെ കൈക്ക് പിടിച്ച് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടാണ് പറഞ്ഞത്, സ്ത്രീയെ കരയണ്ട, കണ്ണുനീരിനെ മറികടക്കാത്തവൻ. അവളെ അന്ന് അവൻ്റെ തിരുസന്നിധിയിലെ സന്തോഷ പരിപൂർണത കൊണ്ടും അവൻ്റെ വലത്തുഭാഗത്തെ പ്രമോദം കൊണ്ടും ആനന്ദത്തിൽ ആറാടുവാൻ തക്കവണ്ണം ഇടയാക്കി. ഈ കർത്താവ് നല്ലവനാണ്. അവൻ യായിരോസിൻ്റെ കൂടെ അങ്ങ് പോയി. ഒരു നല്ല ആൾക്കൂട്ടം അവനെ പിൻപറ്റുന്നുണ്ടല്ലോ. അവനെ കണ്ടപ്പോൾ സന്തോഷിച്ച ഒരു കൂട്ടം ജനങ്ങൾ, അവനെ സന്തോഷത്തോടെ കൈക്കൊണ്ട ഒരു കൂട്ടം ജനങ്ങൾ. എപ്പോഴും അവർ അവനെ പിൻപറ്റിക്കൊണ്ടേയിരുന്നു. അവനെ പിൻപറ്റുന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ തിക്കിത്തിരക്കി ആരാലും സൗഖ്യമാക്കപ്പെടുവാൻ സാധിച്ചില്ല എന്ന അനുഭവമുള്ള ഒരു സ്ത്രീ, ഒരു രക്തസ്രാവക്കാരത്തെ സ്ത്രീ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്ന് സത്യമായി വിശ്വസിച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടു വീണും എഴുന്നേറ്റും തിക്കിയും തിരക്കിയും അവൾ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ ഒന്ന് തൊട്ടു. ഉടനെ അവൾ സൗഖ്യമായി എന്ന് അവളുടെ ആത്മാവിലും ശരീരത്തിലും അവൾ അറിഞ്ഞു. കർത്താവ് അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ആളുകൾ നിന്നെ തിക്കിത്തിരക്കുമല്ലേ, എന്താ അങ്ങനെ ചോദിച്ചത്? വിശ്വാസത്തോടെ ഒരാൾ എന്നെ തൊട്ടിട്ടുണ്ട്. ആ തൊട്ടയാൾ സൗഖ്യമായി. കാരണം ശക്തി എങ്കിൽ നിന്ന് പുറപ്പെട്ട് ആരെയോ സൗഖ്യമാക്കിയല്ലോ. അപ്പോൾ അവൾ വിറച്ചും കൊണ്ട് കർത്താവിൻ്റെ മുൻപിൽ വന്നു നിന്ന് ഭയത്തോടും വിറയലോടും കൂടെ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അത് ഞാൻ വളരെ വർഷങ്ങളായി രക്തസ്രാവം കൊണ്ട് കഷ്ടപ്പെടുകയായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ നിന്നെ തൊട്ട ഉടൻ തന്നെ എനിക്ക് സൗഖ്യം ലഭിച്ചു. കർത്താവ് പറഞ്ഞു അവളോട്, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി സ്വസ്ഥയായി ഇരുന്നു കൊള്ളുക. സമാധാനത്തോടെ പോയി സ്വസ്ഥമായി ഇരുന്നു കൊള്ളുക. സമാധാനവും സ്വസ്ഥതയും സൗഖ്യവും കർത്താവ് അവൾക്ക് നൽകി. എന്നിട്ട് അങ്ങോട്ട് നടന്നു പോയത്. അപ്പോൾ ആരാണ്ട് വന്ന് പറഞ്ഞു, ഗുരുവിനെ ശല്യപ്പെടുത്തണ്ട, കുഞ്ഞ് മരിച്ചുപോയി. യായിരോസിൻ്റെ ജീവൻ പോയതുപോലെയായിരുന്നു. അവൻ തളർന്നുപോയി. കർത്താവ് അവനെ താങ്ങിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുക അത്രേ ചെയ്യുന്നത്. ഞാൻ വന്ന് അവളെ ഉണർത്തും. കേട്ട മനുഷ്യരൊക്കെ ചിരിച്ചുപോയി. അവൾ മരിച്ചുപോയി. ഉറക്കെ ചിരിച്ചില്ല, മനസ്സിൽ ചിരിച്ചു. അവിടെ ചെന്നപ്പം അവിടുത്തെ മുറവിളിയും കരച്ചിലുമൊക്കെ കണ്ടപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ കരയണ്ട, അവൾ മരിച്ചിട്ടില്ല. അവരെല്ലാവരും കർത്താവിനെ പരിഹസിച്ചു. അതൊന്നും കൂട്ടാക്കാതെ അവൻ ആ കുഞ്ഞ് കിടക്കുന്ന മുറിയിൽ കടന്നു ചെന്ന് അവളുടെ മരവിച്ച് തണുത്തിരിക്കുന്ന കരങ്ങളിൽ പിടിച്ചിട്ട് പറഞ്ഞു, താലീതാ കൂമി. അവൾ ഉടനെ തന്നെ എഴുന്നേറ്റു. ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, അവളുടെ ആത്മാവ്
തിരികെ അവളിലേക്ക് വന്നു. എൻ്റെ കർത്താവ് ആത്മാവിൻ്റെ കസ്റ്റോഡിയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. her soul came back to her and she was resurrected. She came back to life. കർത്താവിൻ്റെ മുഖത്ത് നോക്കി അവൾ പുഞ്ചിരിച്ചു. കർത്താവ് അവളുടെ കൈക്ക് പിടിച്ച് മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൾക്ക് വിശക്കുന്നുണ്ട്, ആഹാരം കൊടുക്കണം. ആ മാതാപിതാക്കളുടെ സന്തോഷം എങ്ങനെ ആർക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഹൂ ക്യാൻ എക്സ്പ്രസ് their joy, unspeakable joy they had. അവൻ്റെ സന്നിധിയിലെ സന്തോഷപരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്തെ പ്രമോദങ്ങളും അത്ഭുതകരമാണ്, ആനന്ദകരമാണ്. സങ്കീർത്തനം 16 അവസാനത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാനിവിടെ നിർത്തുക. കർത്താവിന് ആയിരമായിരം സ്തോത്രം. ആമേൻ.